നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമാണ് ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ KGF താരം യഷ് നായകനായി എത്തുന്ന പുതിയ ചിത്രം ടോക്സിക്. ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കെല്ലാം വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടൻ യഷിന്റെ പിറന്നാൾ പ്രമാണിച്ച് യഷിന്റെ ക്യാരക്ടർ ഇൻട്രോ ടീസർ പുറത്തു വന്നിരുന്നു. രായ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ടീസർ പുറത്തു വന്നതിന് പിന്നാലെ അതിലെ ഉള്ളടക്കത്തിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ഗീതു മോഹൻദാസിന് നേരെ ലഭിക്കുന്നത്. സ്ത്രീ ശരീരങ്ങളെ വിൽപ്പനച്ചരക്കായി തന്നെ ഗീതു മോഹൻദാസും അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. മാസ് ആക്ഷൻ സിനിമകളിൽ നായകനെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മസാല ടെക്നിക്കുകൾ തന്നെ ഗീതു മോഹൻദാസും പയറ്റിയിരിക്കുന്നു എന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. ഗീതു മോഹൻദാസിൽ നിന്നും ഇത്തരമൊരു സിനിമയല്ല പ്രതീക്ഷിച്ചതെന്നും കമന്റുകൾ ഉയരുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക സിനിമയുടെ ടീസർ പോലെ തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. സിനിമയിലെ സ്ത്രീവിരുദ്ധ ആഖ്യാനങ്ങൾക്കെതിരെ സംവിധായിക നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ കൂടി ചിലർ എടുത്തു പറയുന്നുണ്ട്. സിനിമയുടെ വിഷ്വലിനും മറ്റ് ടെക്നിക്കൽ ക്വാളിറ്റിക്കും വിമർശനം ഉയരുന്നുണ്ട്. ചിത്രത്തിന്റെ വിഷ്വലുകൾ പ്രതീക്ഷിച്ച നിലവാരത്തിൽ ഉയർന്നില്ല എന്നും കളർ ഗ്രേഡിംഗ് മോശമാണെന്നും ചിലർ എക്സിൽ കുറിക്കുന്നുണ്ട്. ടീസറിലെ മറ്റ് കഥാപാത്രങ്ങളുടെ ഡയലോഗ് ഡെലിവറി മോശമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. കസബ സിനിമയുമായി ബന്ധപ്പെട്ട് ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയയിലെ പല പോസ്റ്റുകളും. അന്ന് കസബയ്ക്കെതിരെ പറഞ്ഞവരാണ് ഇപ്പോൾ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത്. ബോർഡർ കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നാണോ എന്നാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. യഷിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെ ഒരു പണി വേണ്ടായിരുന്നു, ഇതെന്തോന്നാണ് എടുത്തു വെച്ചേക്കുന്നേ. പണ്ട് മമ്മൂക്ക കസബയിൽ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞതാണ്, എന്നിട്ടാണ് ഇമാതിരി ഒരു ഐറ്റം എന്നാണ് മറ്റൊരാളുടെ പോസ്റ്റ്. യഷിന്റെ ലുക്ക് കൊള്ളില്ലെന്നും ആകെയുള്ളത് BGM മാത്രമാണെന്നും ഇവർ പറയുന്നുണ്ട്. ടോക്സിക് എന്ന പേരിട്ട് നന്മ പടം എടുക്കുന്നില്ലെന്ന് അറിയാം, പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഗീതു മോഹൻദാസ് എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ടീസറിനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തി. സിനിമ ഇറങ്ങിയതിനു ശേഷം വിമർശിക്കുന്നതാണ് നല്ലതെന്നും കഥാപാത്രത്തിന്റെ രീതികളെ ഗ്ലോറിഫൈ ചെയ്യാത്തിടത്തോളം കുഴപ്പമൊന്നും ഇല്ല എന്നുമാണ് കമന്റുകൾ. ഇപ്പോൾ തന്നെ ജഡ്ജ് ചെയ്യാൻ പോയാൽ മിക്കവാറും വടി പിടിക്കുമെന്നാണ് എന്റെ തോന്നൽ. ഒരുപക്ഷെ പടം ഇതൊന്നും ആയിരിക്കില്ല. ആണുങ്ങളുടെ ടോക്സിസിറ്റിയെ പറ്റിയല്ലേ പടം, സബ്ജക്റ്റ് അതാണല്ലോ. അപ്പോൾ അതല്ലേ കാണിക്കുന്നത്. സിനിമ ഇറങ്ങട്ടെ, അതിൽ അവരുടെ നിലപാടിന് വിരുദ്ധമായതാണെങ്കിൽ ട്രോളണം. ഇതിപ്പോൾ പോസ്റ്റർ ആൻഡ് ട്രെയിലർ അല്ലേ ആയിട്ടുള്ളൂ, കഥ അറിയില്ലല്ലോ എന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ. നേരത്തെ പ്രൊമോ വീഡിയോയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചെന്ന പേരിലും ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയിലെ 5 നായികമാരുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തു വന്നിരുന്നു. ശക്തരായ കഥാപാത്രങ്ങളാകും ഓരോരുത്തരുടേതെന്നും എന്ന സൂചനകളാണ് പോസ്റ്ററുകളും ഇവരെ അവതരിപ്പിച്ചുകൊണ്ട് ഗീതു മോഹൻദാസ് എഴുതിയ കുറിപ്പും നൽകിയത്. ഗീതുവിന്റെ മുൻ സിനിമകളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടോക്സിക് സ്ത്രീവിരുദ്ധത നിറഞ്ഞ ചിത്രമാകാൻ സാധ്യതയില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. സിനിമ ഇറങ്ങിയ ശേഷമാകാം വിമർശനങ്ങളെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. കടുത്ത ഹോട്ട് ദൃശ്യങ്ങളാണ് ടീസറിൽ. ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ നടി പാർവതി തിരുവോത്തിന് നേരെ സമൂഹമാധ്യമങ്ങളിൽ സൈബർ ആക്രമണം കടുക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ പാർവതി പങ്കുവച്ച വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും ചുവടെയാണ് രൂക്ഷമായ പ്രതികരണങ്ങളും പരിഹാസവും നിറയുന്നത്. ടോക്സിക് ടീസറിൽ WCCയുടെയും പാർവതിയുടെയും എല്ലാം നിലപാട് എന്താണെന്നും കസബയെ കുറ്റം പറഞ്ഞയാൾക്ക് ഇതിലൊന്നും പറയാനില്ലേ എന്നുമാണ് കമന്റുകൾ. ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും കമന്റുകളുണ്ട്. ടോക്സിക് ടീസർ വന്നതിന് പിന്നാലെ രാജൻ സക്കറിയ ഒരു വരവ് കൂടി വരുമെന്ന് കസബ നിർമ്മാതാവ് ജോബി ജോർജും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മുൻപ് കസബ സിനിമയിൽ സ്ത്രീവിരുദ്ധതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പാർവതി ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ആ വേദിയിൽ പാർവതിക്കൊപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്നവരിൽ ഒരാളാണ് ഗീതു മോഹൻദാസ്. സിനിമയിലെ സ്ത്രീവിരുദ്ധ സീനുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് ഗീതു മോഹൻദാസ്. ഗീതു സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇത്തരമൊരു സീൻ വരുന്നത് പ്രേക്ഷകർ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധം കാണിക്കുന്നത് എങ്ങനെ സ്ത്രീവിരുദ്ധമാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റിമ കലിംഗൽ ഉൾപ്പെടെയുള്ളവർ ഗീതുവിനെ പിന്തുണച്ചിട്ടുണ്ട്. സമാന അഭിപ്രായങ്ങളുള്ളവർ നിരവധിയാണ്. എന്നാൽ നേരത്തെ പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ ഐറ്റം ഡാൻസ് ഉണ്ടായതിന്റെ പേരിൽ പൃഥ്വിരാജിനെ വിമർശിച്ചവർ ഏറെയാണ്. പൃഥ്വിരാജ് സ്ത്രീവിരുദ്ധനാണെന്നും നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ടെന്നും വിമർശനങ്ങൾ വന്നു.
നടി പാർവതി തിരുവോത്തിനോടും സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അനിമൽ, അർജുൻ റെഡ്ഡി തുടങ്ങിയ സിനിമകൾക്കെതിരെ സ്ത്രീവിരുദ്ധത എന്ന വിമർശനം ഉന്നയിച്ച ആളാണ് പാർവതി തിരുവോത്ത്. എന്നാൽ ഗീതുവിനെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ലേ എന്നാണ് റെഡിറ്റിൽ ഉയരുന്ന ചോദ്യം. അതേസമയം ഫിലിം മേക്കർ രാംഗോപാൽ വർമ്മ ടോക്സിക് ട്രെയിലർ കണ്ട ശേഷം പങ്കുവച്ച അഭിപ്രായമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. യേശ് നായകനാകുന്ന ടോക്സിക്കിന്റെ ട്രെയിലർ കണ്ട ശേഷം സ്ത്രീ ശാക്തീകരണത്തിന്റെ അത്യന്തിക ഉദാഹരണമാണ് ഗീതു മോഹൻദാസ് എന്നതിൽ എനിക്ക് സംശയമില്ല. ഈ സ്ത്രീ സംവിധായികയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പുരുഷ സംവിധായകനും പൗരുഷം പോരാ, ഇവർ ഷൂട്ട് ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് രാംഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നടി ആലിയ ഭട്ട്, സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക, കരൺ ജോഹർ തുടങ്ങിയവരും ടോക്സിക് ടീസറിനെ പ്രശംസിച്ചു. ട്രെയിലറിലെ ഇന്റിമേറ്റ് രംഗം വലിയ ചർച്ചയാകുന്നുണ്ട്. ഗീതു മോഹൻദാസിനെ പോലൊരു സംവിധായകയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. സിനിമകളിലെ സ്ത്രീവിരുദ്ധത സീനുകൾക്കെതിരെ നിലപാടെടുക്കുന്ന ആളാണ് ഗീതു മോഹൻദാസ്. മാർച്ച് 19 ടോക്സിക് തിയേറ്ററുകളിൽ എത്തുക. സിനിമ ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ഒരുങ്ങുന്നത്. ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ളതിനാൽ ഇതൊരു പാൻ വേൾഡ് സിനിമയായാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇതിനാലാണ് കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്ക് സിനിമ ഡബ്ബ് ചെയ്യുമെന്ന വിവരവുമുണ്ട്. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് കെ നാരായണും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. ഏഷ്യന്റെ 19ാം സിനിമയാണിത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. നേരത്തെ യേശുവും ഗീതുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നും സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് ഇതിൽ വിശദീകരണം എന്ന വണ്ണം ചിത്രത്തിന്റെ റിലീസ് പോസ്റ്ററുമായി നിർമ്മാതാക്കൾ എത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് പുറത്തുവന്ന പോസ്റ്ററിൽ ചിത്രത്തിന്റെ രചനയിൽ ഗീതു മോഹൻദാസിനൊപ്പം യേശിന്റെ പേരും ചേർത്തിരുന്നു. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യേശ് ചിത്രത്തിൽ നയൻതാര, കിയാര അദ്വാനി, രുക്മിണി വാസന്ത്, താര സുതാര്യ, ഹുമ ഖുറേഷി എന്നിവരാണ് നായികമാർ. 600 കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജീവ് രവിയാണ് ഛായാഗ്രഹണം, സംഗീത സംവിധാനം രവി ബെസ്റൂർ, എഡിറ്റിംഗ് ഉജ്വൽ കുൽക്കർണി, പ്രൊഡക്ഷൻ ഡിസൈനർ TP അബിദ്, ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ JJ പെറിയോടൊപ്പം ദേശീയ അവാർഡ് ജേതാക്കളായ അൻബറിവും കേജ ഖംഫാഡിയും ചേർന്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് കെ നാരായണയും യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ടോക്സിക് നിർമ്മിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.